കൊച്ചിയിൽ നിന്ന് ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് 2 യൂണിറ്റാണ്. അതായത് യൂണിറ്റ് 8 അത് എക്സിക്യൂട്ടീവ്, യൂണിറ്റ് 9 ജുഡീഷ്യറി. ഈ എക്സിക്യൂട്ടീവിലാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും പ്രൈം മിനിസ്റ്ററിന്റെ എലക്ഷൻ മെത്തേഡ്സ്, അവരുടെ പവേഴ്സ്, ക്യാബിനറ്റിന്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയായിരിക്കും പരാമർശിച്ചു പോവുക. അപ്പോൾ ഇതില് ഇന്ത്യൻ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഫോർമൽ ആയിട്ടുള്ള ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും അത് സിംബോളിക് ആയിട്ട് നാഷണൽ വളരെ ക്ലിയർ ആയിട്ട് ഈ അതോറിറ്റിയും ഡിഗ്നിറ്റി, ഒരു പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ്, സെറമോണിയൽ ഹെഡ് ആയാൽ കൂടിയും എത്രത്തോളം പവേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മുടെ ഭരണഘടനയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നതാണ് റിയൽ ആയിട്ട് എക്സിക്യൂട്ടീവ് പവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. മറ്റത് ഒരു സെറമോണിയൽ റോൾ ആണെന്ന് വരുന്നു. മാത്രമെങ്കിലും പ്രസിഡന്റ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണെങ്കിൽ കൂടിയും പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിനെ ഹെഡ് ചെയ്യുന്നതാണ് പ്രൈം മിനിസ്റ്റർ. ആ പ്രൈം മിനിസ്റ്റർ വഴിയാണ് എല്ലാ ആക്ടിവിറ്റീസും, ഗവൺമെന്റൽ ആക്ടിവിറ്റീസ്, ഇന്ത്യൻ ഗവൺമെന്റൽ ആക്ടിവിറ്റീസ് ഒക്കെ പോകുന്നത് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും കൂടെ ഒരുമിച്ചുള്ള കോമ്പിനേഷനിലാണ്. അപ്പൊ ഇതിൽ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ, ഇവിടെ പ്രൈം മിനിസ്റ്ററിനെ എങ്ങനെയാണ് നമ്മൾ എലക്ട് ചെയ്യുന്നത്, അതേസമയം പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത്. ആദ്യം പ്രസിഡന്റ് ഓഫ് ഇന്ത്യന്റെ എലക്ഷനെ പറ്റി നമുക്ക് പരാമർശിക്കാം. അപ്പോൾ ഈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ടേം 5 years ആണ് എലക്ഷൻ. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് എലക്ഷൻ ആണ്. ഇൻഡയറക്റ്റ് എലക്ഷൻ വഴി 5 കൊല്ലത്തേക്കുള്ള, അതായത് എപ്പോഴും ഓഫീസിൽ ഓത്തെടുത്ത് കയറുന്നു അപ്പോൾ മുതൽ 5 കൊല്ലത്തേക്ക്. അതിനുശേഷം നമ്മളുടെ ഭരണഘടനയിൽ അസിസ്റ്റന്റ്, അതായത് വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റും ഉണ്ട്. അപ്പൊ ഇതും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും ഇൻഡയറക്റ്റ് ആയിട്ടാണ് എലക്ട് ചെയ്ത് വരുന്നത്. ഇവര് എലക്ഷൻസ് എങ്ങനെയാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എലക്ഷൻ ടു ബിക്കം എന്നുള്ളതല്ല, ക്വാളിഫിക്കേഷൻസ് എന്താ വരുന്നത് വെച്ചാൽ ആർട്ടിക്കിൾ 58 59 ഭരണഘടനയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടത്. ഒരു കാൻഡിഡേറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. സെക്കൻഡ് ആയിട്ട് 35 വയസ്സിന് മേലെ ആയിരിക്കണം. വേറെ മെമ്പേഴ്സ് അല്ലാണ്ട് വേറെ ലോക്സഭയുടെ രാജ്യസഭയുടെ മെമ്പർ ആയിരിക്കാൻ പാടില്ല. ഇങ്ങനത്തെ ചില കണ്ടീഷൻസ് ഒക്കെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഈ കാൻഡിഡേറ്റിന് ആ പ്രിസ്ക്രിപ്ഷൻ, അതായത് നമ്മളുടെ പാർലമെന്ററി ഭരണം അടിച്ചിട്ട് ഒരു കാരണവശാലും ഒരു ഓഫീസ്, പ്രോഫിറ്റ് ഹോൾഡിംഗ് ഒരു ഓഫീസ് വരാൻ പാടില്ല എന്നുള്ളതും നിർബന്ധമാണ്. പിന്നെ നമ്മൾ നോക്കുന്ന എന്താണ്, എങ്ങനെയാണ് ഇവരെ എലക്ട് ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് എലക്ഷൻ ആണ്. ഈ മെത്തേഡ് ഓഫ് എലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡയറക്റ്റ് ആണെന്ന്. ആ ഇൻഡയറക്റ്റ് എലക്ഷനിൽ ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ടാവും. അതായത് പാർലമെന്റ് മെമ്പേഴ്സും ഇലക്ടഡ് മെമ്പേഴ്സ്, സ്റ്റേറ്റ് അസംബ്ലിയിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സ് എല്ലാം കൂടെ. സ്റ്റേറ്റ് അസംബ്ലി എന്ന് വരുമ്പോഴത്തേക്കും അവിടുത്തെ റെപ്രസെന്റേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പ്രപ്പോർഷൻ ടു ദ അവരുടെ പോപ്പുലേഷനെ ബേസ്ഡ് ആണ് നമുക്ക് ഈ സീറ്റ് കിട്ടുന്നത്. അത് മാത്രമല്ല, ഒരു സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ് കിട്ടുക. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിഫോമിറ്റിക്ക് വേണ്ടി നമ്മൾ എലക്ഷൻ ചെയ്യുമ്പോൾ അതിലെ അവരുടെ ഓരോ സ്റ്റേറ്റിലുള്ളവരുടെയും അവരുടേതായ ഒരു ടോട്ടൽ പോപ്പുലേഷൻ എടുക്കും. അതെങ്ങനെയാ നോക്കണേ വെച്ചാൽ, ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ് ഇൻ ദ അസംബ്ലി, പിന്നെ ആ കോഷ്യന്റിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം ആ വാല്യൂവിനെ എടുത്തിട്ടാണ് ഓരോ മെമ്പേഴ്സിന് കൊടുത്തിട്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ അവർക്ക് പെർമിഷൻ കിട്ടുക വോട്ട് ചെയ്യാൻ. ഇനി വോട്ടിന് ആ വാല്യൂ എങ്ങനെയാ വെച്ചാൽ, വോട്ട് ആ പാർലമെന്റ് മെമ്പറിനെ ഡിവൈഡ് ചെയ്യും. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സിന് സ്റ്റേറ്റ് അസംബ്ലീസിലും അതേമാതിരി ഇലക്ടഡ് മെമ്പേഴ്സും 2 ഹൗസ്, നമ്മൾ 2 ഹൗസ് ഉണ്ട്, ലോക്സഭയും രാജ്യസഭയുണ്ട്. അപ്പൊ 2 ഹൗസിലെ പാർലമെന്റും കൂടെ എടുത്തിട്ട് ട്രാൻസ്ഫറബിൾ വോട്ടായിട്ട് ഒന്ന് വരും. ഇനി ഇലക്ടേഴ്സ് കാസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് വോട്ടിംഗ് നടക്കുന്ന സമയത്ത് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞ് പ്രിഫറൻസസ് ഉണ്ട്. ഈ പ്രിഫറൻസസ് കൂടി
ഏത് കാൻഡിഡേറ്റ് ആണോ മാക്സിമം അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടുന്നത് ആ കാൻഡിഡേറ്റ് ആണ് ഇലക്ടറൽ കോളേജ് വിന്നർ എന്ന് പ്രഖ്യാപിക്കുക. അതായത് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിൽ ഒന്നോ രണ്ടോ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഒന്നോ രണ്ടോ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളായിരിക്കും അത്. ആരായാലും വിരോധമില്ല, ഏത് പാർട്ടി ആയാലും വിരോധമില്ല. പക്ഷെ അതിന്റെ ഒരു ഏറ്റവും ടോട്ടൽ നമ്പറിൽ മാക്സിമം കിട്ടണം. ഇൻ കേസ് ആദ്യത്തെ അങ്ങനെ ഒരു സെക്യൂർ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് കൂടെ എടുത്ത് അതിന്റെ ലോവസ്റ്റ് പോളിംഗ് എടുത്തിട്ട് അതിനെ കൂടെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സും കൂടെ നോക്കുമ്പോൾ എങ്ങനെയാണോ ഇതിൽ 50% വോട്ട് വരുന്നത് അതുകൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടാണ് ഇലക്ഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മെത്തേഡില് പ്രസിഡന്റിയൽ ഇലക്ഷനിലെ ബ്രോഡായിട്ട് സെൻട്രലും സ്റ്റേറ്റും കൂടെ ഇൻവോൾവ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ഈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ യൂണിയൻ ഗവൺമെന്റ് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റിനും അത് ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഇനി ഒരു പ്രസിഡന്റിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ 5 കൊല്ലത്തെ ഉള്ള ഈ പൊസിഷനിൽ നിന്ന് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് എന്തൊക്കെയായിരിക്കും പൊസിഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെ ലെവലിലായിരിക്കും ചെയ്യേണ്ടത്, മെത്തേഡ്. ആ മെത്തേഡിനെ പറ്റി പറയുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഒന്ന് റിസൈൻ ചെയ്യും. ആദ്യത്തേത് പ്രസിഡന്റ് സ്വന്തം ടേം, അതായത് 5 കൊല്ലം കംപ്ലീറ്റ് ആണതിന് മുമ്പ് റിസിഗ്നേഷൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ ഒരു ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. അതായത് പ്രസിഡന്റിന്റെ പവറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷന് എഗെയിൻസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇംപീച്ച്മെന്റ് പോകും. നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. 2 പ്രാവശ്യം 2 ടേം, 5+5 10. ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റു അത്രയ്ക്ക് സെക്കൻഡ് ടേമിലേക്ക് പുള്ളിക്ക് അത്രയും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രസിഡന്റ് ആ രാജേന്ദ്ര പ്രസാദിന് സെക്കൻഡ് ടേമിലേക്ക് പ്രസിഡന്റ്ഷിപ്പ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആകാൻ ഓഫീസിലുള്ള എല്ലാവരുടെയും അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്ന കൊണ്ടാണ് സെക്കൻഡ് ടൈമും പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. എന്താ വെച്ചാല് പ്രൈം മിനിസ്റ്ററിന് സമ്മതമില്ല, പക്ഷെ കോൺഗ്രസ് ലീഡേഴ്സ്, ലാർജ് ആയിട്ടുള്ള കോൺഗ്രസ് ലീഡേഴ്സ് രാജേന്ദ്ര പ്രസാദിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഓഫീസ് 2ാമത്തെ പ്രാവശ്യം കൂടെ കണ്ടിന്യൂ ചെയ്തു. ഇനി ഒരു പ്രസിഡന്റ് റിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ റെസിഗ്നേഷൻ വന്ന് വൈസ് പ്രസിഡന്റിന് അയക്കണം. വൈസ് പ്രസിഡന്റിന് അയച്ചു കഴിയുമ്പോൾ വൈസ് പ്രസിഡന്റ് ചാർജ് എടുത്തിട്ട് പുതിയ ഒരു പ്രസിഡന്റിനെ കൊണ്ടുവരുന്നവരെ, അതായത് 6 മാസത്തിനുള്ളിൽ വേക്കൻസി അറൈസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ പുതിയൊരു വൈസ് പ്രസിഡന്റിനെ എലക്ഷൻ മുഖാന്തരം കൊണ്ടുവരുന്നത് വരെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും ആ ഓഫീസർ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇവിടെ ആർട്ടിക്കിൾ 56 മുതൽ 61 വരെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഇംപീച്ച്മെന്റ് ചെയ്യണമെങ്കിൽ, പുറത്താക്കണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒരു കണ്ടീഷനുണ്ട്, വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും അതിന്. ആ ഗ്രൗണ്ടിൽ വരുമ്പോഴാണ് നമ്മൾ പ്രസിഡന്റിനെ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ പുറത്താക്കാൻ വേണ്ടി ഇംപീച്ച്മെന്റിന്റെ പ്രോസസ്സ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിൽ, ഇംപീച്ച്മെന്റ് പ്രോസസ്സിൽ ഒരു ഹൗസിൽ 2 ഹൗസിലും കൂടെ ഈ റെസൊല്യൂഷൻസ് വരുന്നു. അതില് 3-ൽ 2 വന്നാൽ മാത്രമേ ടോട്ടൽ ആയിട്ടുള്ള മെമ്പർഷിപ്പില് ഇത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. 2ാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് ഈ 2 ഹൗസിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഹൗസിലായാലും ശരി 2/3 മെജോറിറ്റി വരണം. 2/3 മെജോറിറ്റി വഴി പ്രസിഡന്റ് തെറ്റുകാരനാണ് അല്ലെങ്കിൽ തെറ്റുകാരിയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇംപീച്ച്മെന്റിന്റെ പ്രോസസ്സ് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് ഇംപീച്ച്മെന്റ് നടക്കും. അപ്പോഴാണ് ഈ റെസൊല്യൂഷൻ പാസ്സാവുക. അതിനുശേഷം
പ്രസിഡന്റിന്റെ അത് എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റിനെ അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോ ഇവിടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ അധികം ഇതുവരെ നമ്മൾ ഇംപീച്ച്മെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഇനി പ്രസിഡന്റിന്റെ പവേഴ്സ് എന്തൊക്കെയാ? ആ ആർട്ടിക്കിൾ 53 ഒരു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് ഹെഡാണ്. അപ്പൊ ഈ പവേഴ്സിനെ 2 വിധത്തിലാണ് വിഭജിക്കുന്നത്. ഒന്ന് ഓർഡിനറി പവേഴ്സ്, പിന്നൊന്ന് എമർജൻസി പവേഴ്സ്. ഓർഡിനറി പവേഴ്സിനെ തന്നെ നമ്മൾ പിന്നെയും സബ് ഡിവൈഡ് ചെയ്യാണ്, അല്ലെങ്കിൽ തരംതിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ഫിനാൻഷ്യൽ ആൻഡ് ജുഡീഷ്യൽ പവേഴ്സ്. ഇതൊക്കെ പവേഴ്സ് പ്രസിഡന്റിന്റെ പവേഴ്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതില് എക്സിക്യൂട്ടീവ് പവേഴ്സില് യൂണിയനില് ആർട്ടിക്കിൾ 53 പറയുന്നു എക്സിക്യൂട്ടീവ് പവേഴ്സിന്, അതായത് ഈവൻ പ്രസിഡന്റിന് ആ പവേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് സബോർഡിനെ ത്രൂ തന്റെ താഴെയുള്ള ഓഫീസേഴ്സ് വഴിയും അത് എക്സസൈസ് ചെയ്യാം. ആർട്ടിക്കിൾ 75 പറയുന്നത് പ്രൈം മിനിസ്റ്റർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്തൊക്കെയാണ് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നടക്കുന്നത്. അതിനുശേഷം ആർട്ടിക്കിൾ 77 പറയുന്നു എക്സിക്യൂട്ടീവ് പവേഴ്സ്, യൂണിയൻ ഗവൺമെന്റിന്റെ എന്ത് പവേഴ്സ് പ്രസിഡന്റിന്റെ സിഗ്നേച്ചർ ഇല്ലാണ്ട് അത് നടത്തിക്കാൻ പാടില്ല. എല്ലാം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഇൻ ദ നെയിം ഓഫ് പ്രസിഡന്റ് എന്നാണ് വരുന്നത് ഇന്ത്യയിൽ. അപ്പോ പ്രസിഡന്റിന് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സും ഉണ്ട്, കൂടാതെ മിലിറ്ററി പവേഴ്സും ഉണ്ട്. ഈ മിലിറ്ററി പവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ സുപ്രീം ഹെഡാണ്, അതായത് ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്, ഇത് മൂന്നിന്റെയും സുപ്രീം ഹെഡാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. Whether it is a man or a woman, the president of India is the supreme commander ആണ് ഈ ആംഡ് ഫോഴ്സസിൽ. അപ്പോൾ ഇവിടെ പ്രസിഡന്റിന് വേറൊരു പവർ എന്താന്ന് വെച്ചാൽ അപ്പോയിന്റ് ചെയ്യാം, പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യാം. പിന്നെ പ്രൈം മിനിസ്റ്ററുടെ സഹകരണത്തോടെ അല്ലെങ്കിൽ സജഷനോടുകൂടി ബാക്കിയുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം, അറ്റോർണി ജനറൽ അപ്പോയിന്റ് ചെയ്യാം, സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാം, ഹൈക്കോടതി കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാം, സ്പെഷ്യൽ കമ്മീഷൻസ്, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, അതേമാതിരിയുള്ള കമ്മീഷൻസിന്റെ മെമ്പേഴ്സിന്, ഗവർണേഴ്സ്, ഓരോ സ്റ്റേറ്റിലും വരുന്ന ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. ഇവിടെ പ്രൈം മിനിസ്റ്ററിനെ ഒരു അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞത് ഒരു പ്രിറോഗേറ്റീവ് അല്ല. കാരണം അവിടെ എന്താ വരുന്നത് വെച്ചാല് ഏത് പാർട്ടിയാണോ മെജോറിറ്റി സീറ്റ്സ് ഓക്യുപ്പൈ ചെയ്ത് ലോക്സഭയില് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫുൾ സപ്പോർട്ട്, മാക്സിമം സീറ്റ്സ് കിട്ടുന്ന പാർട്ടിയുടെ ലീഡറിനെ പ്രസിഡന്റിന് വിളിച്ചിട്ട് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ചാർജ് എടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ടു ഫോം. അപ്പോ ഈ ഇത് കൂടാണ്ട് ആർമിന്റെ ചീഫിനെ, നേവിയുടെ ചീഫിനെ, എയർഫോഴ്സിന്റെ ചീഫിനെ ഒക്കെ അപ്പോയിന്റ് ചെയ്തത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. മാത്രമല്ല പ്രസിഡന്റിന് ഒരു വാർ ഡിക്ലെയർ ചെയ്യാനും അതേമാതിരി ഒരു യുദ്ധം ഉണ്ടെങ്കിൽ അത് കൺക്ലൂഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്, പ്രസിഡന്റിന് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോ ആർട്ടിക്കിൾ 79 പ്രസിഡന്റ് ഒരു ഹൗസിന്റെ മെമ്പർ അല്ല, പക്ഷെ 79 പറയുന്നു ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി യൂണിയൻ പാർലമെന്റ് എന്നാണ്. ഇവിടെ നമുക്ക് പ്രസിഡന്റിന് 2 ഹൗസും ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് സമൻ ചെയ്യാനും നോമിനേറ്റ് ചെയ്യാനും 12 പേര്, രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതുകൂടാണ്ട് 2 സഭയിലും അഡ്രസ് ചെയ്യാനുള്ള, ഒരു ജോയിന്റ് സെഷനിൽ അഡ്രസ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഡിസോൾവ് ചെയ്യാൻ, ലോക്സഭ തെറ്റ് കണ്ടാൽ ഡിസോൾവ് ചെയ്യുക, പിരിച്ചുവിടാനുള്ള പവർ ഉണ്ട്. അപ്പോ മണി ബിൽസ് എല്ലാവിധമുള്ള മണി ബിൽസും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതേമാതിരി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബിൽസ് ഒക്കെ ന്യൂ സ്റ്റേറ്റ്സിലായാലും ശരി, എവിടെയെങ്കിലും ബൗണ്ടറീസിലായാലും ശരി, നെയിംസിലായാലും ശരി, അതിനെല്ലാത്തിനും
പ്രസിഡൻഷ്യൽ ഇനീഷ്യൽ വേണം. ഇനി ഒരു പാർലമെന്റിൽ ബില്ല് പാസ്സാവണമെങ്കിൽ അത് പാസ്സായി, റെസൊല്യൂഷൻസ് കഴിഞ്ഞു, അവർ വോട്ടിംഗ് കഴിഞ്ഞു, അന്ന് ശേഷം പ്രസിഡന്റിന്റെ സമ്മതവും ഒപ്പും കിട്ടിയാൽ മാത്രമേ അതൊരു ആക്ട് ആയിട്ട് മാറുള്ളൂ. അതുവരെയ്ക്കും അത് ബില്ല് എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. ഇനി പ്രസിഡന്റിന് അവർക്ക് ബില്ല് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഒരു മണി ബില്ലായാലും ശരി വരുമ്പോൾ കൺസിഡറേഷന് വേണ്ടിയിട്ട് അവര് പാർലമെന്റിൽ നിന്ന് പ്രസിഡന്റിനെ അയക്കുന്നു. അപ്പോൾ അതിനെ വേണമെങ്കിൽ വിത്ത്ഹെൽഡ് ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ സൈൻ ചെയ്ത് തിരിച്ചയക്കാം. അപ്പോൾ ഈ രണ്ട് ഹൗസിന്റെയും ഏതെങ്കിലും മോഡിഫിക്കേഷൻസ് പ്രസിഡന്റിന് തോന്നി ചില കാര്യങ്ങൾ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്യണം, ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ റെക്കമെൻഡേഷനോടുകൂടി തിരിച്ച് നിയമസഭയ്ക്ക് തിരിച്ചയക്കും. അതേമാതിരി പ്രസിഡന്റ് പാർലമെന്റ് സെഷൻ ഇല്ലാത്ത സമയത്ത് ഒരു ഓർഡിനൻസ് അയക്കാറുണ്ട്. അതായത് പാർലമെന്റ് ഹോളിഡേയ്സ് ആയിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പ്രസിഡന്റ് ഓർഡിനൻസ് അയക്കും. ഈ ഓർഡിനൻസ് ഇഫക്റ്റീവ് ആയിട്ട് എപ്പോഴാണ് അത് ലോസ് ആവുന്നത് വെച്ചാൽ പാർലമെന്റിൽ വന്നതിന് ശേഷം, പാസ്സായതിനു ശേഷം, അല്ലെങ്കിൽ അത് പാർലമെന്റ് 6 ആഴ്ചക്കുള്ളിൽ റീഅസംബ്ലിംഗ് ചെയ്ത് പാർലമെന്റിൽ അപ്രൂവൽ ഇല്ലെങ്കിൽ ആ ഓർഡിനൻസ് ഇൻവാലിഡ് ആയി പോകും. ഇനി 254 പവേഴ്സ് ആണ് നമ്മൾ പ്രസിഡന്റില് പറഞ്ഞിട്ടുള്ളത്. ലോസിനെ പറ്റിയും പാർലമെന്റിനെ പറ്റിയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറെ പറ്റിയും അതേമാതിരി കൺകറന്റ് ലിസ്റ്റ് ഒരു 3 ലിസ്റ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ അതിൽ വരുന്ന സബ്ജക്ട്സിനെ പറ്റിയൊക്കെ പ്രസിഡന്റ് അറിഞ്ഞിരിക്കണം. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനിൽ മാത്രമല്ല, ഗവർണറിന്റെ ഒരു സ്റ്റേറ്റില് പ്രസിഡന്റ് കഴിഞ്ഞ ഒരു ഗവർണറാണ് ഒരു സ്റ്റേറ്റിൽ പ്രസിഡന്റിന്റെ ലെവലിലുള്ള വർക്കുകൾ ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും റിസർവ് ചെയ്യുന്നതൊക്കെ ഗവർണറാണ്. അപ്പൊ ഗവർണറുടെ പവറും ഇതിൽ കൂടുതലായിട്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ വരുന്നു. കൺസിഡറേഷൻ വേണം പ്രസിഡന്റിന്റെ ഒപ്പം. ഇനി ജുഡീഷ്യൽ പവേഴ്സിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ജഡ്ജസിന്. അത് ആരാർക്ക്? സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി. അത് കൂടാണ്ട് ഒരു ഗ്രാൻഡിങ് പാർഡൻ, അതായത് നമ്മൾ കോടതിയിൽ നിന്നുള്ള വേർഡിക്റ്റിന് പ്രസിഡന്റിനോട് മാപ്പ് അപേക്ഷിക്കുന്ന മാതിരി ഒരു അപേക്ഷ കൊടുക്കാറുണ്ട് കാൻഡിഡേറ്റ്സ്. അതിനാണ് പാർഡനിങ് എന്ന് വെച്ചാൽ അവരെ ക്ഷമിച്ചു കളയുക എന്നുള്ളത്. അങ്ങനത്തെ പവർ ഉണ്ട്. റിപ്രീവ് ചെയ്യാനുണ്ട്, സസ്പെൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്, റിമിഷൻ ചെയ്യാനുള്ള പവർ ഉണ്ട്, കമ്മ്യൂട്ടേഷൻ, പണിഷ്മെന്റിന്റെ എന്തെങ്കിലും പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ അതിന് ഒരു കമ്മ്യൂട്ടേഷൻ കൊടുക്കാനുള്ള പവേഴ്സ് ഉണ്ട്. ഈ ഗ്രാൻഡിങ് പാർഡൻ എന്നുള്ളത് പ്രസിഡന്റിന് എക്സ്ട്രീം ലെവലിലുള്ള ക്രിമിനൽ ലോസ് വരുമ്പോഴോ പ്രൊട്ടക്റ്റിംഗ് ഏതെങ്കിലും ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ മാത്രമേ പ്രസിഡന്റ് അത് യൂട്ടിലൈസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അഡ്വൈസും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് നിയമപരമായി എന്തൊക്കെയുണ്ട് ഡിപ്ലോമാറ്റിക് മാറ്റേഴ്സിനേക്ക് അത് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. 1977 സുപ്രീം കോടതി അഡ്വൈസ് പ്രകാരം സ്പെഷ്യൽ കോടതിക്കും അല്ലെങ്കിൽ എമർജൻസി എക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടും റിക്വയർമെന്റും കൊടുത്തിട്ടുണ്ട്. ഈ എമർജൻസി പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ പറയുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യത്തിന്റെ, ഇൻഡിപെൻഡന്റും ഇന്റഗ്രിറ്റി, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വളരെ കെയർഫുൾ ആയിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. 3 എമർജൻസി ടൈപ്പുകളുണ്ട്. എമർജൻസി പവർ ആണ് പറയുന്നത്. അതായത് പെട്ടെന്ന് വേണ്ടി വരുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരം. ഒന്ന്, നാഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും വാർ വരികയാണ്, അല്ലെങ്കിൽ പുറത്തു നിന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ളവർ നമ്മളെ ഉപദ്രവിക്കുക, നമ്മുടെ അടുത്ത നെയ്ബേഴ്സ് നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് എമർജൻസി പവർ ഉപയോഗിക്കാം. രണ്ടാമത്, ഏതെങ്കിലും സ്റ്റേറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമപരമായ അവരുടെ സ്ഥാപനങ്ങൾ, അതായത് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ അവരുടെ അസംബ്ലി എന്തെങ്കിലും കാരണവശാൽ കോൺസ്റ്റിറ്റ്യൂഷൻ തെറ്റ് വന്നാൽ അവിടെ ആ സ്റ്റേറ്റിലേക്ക് മാത്രം എമർജൻസി പവർ ഉപയോഗിക്കാം.
മൂന്നാമതായിട്ട് വരുന്നത് ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോഴാണ്. അതായത് ധനപരമായ പ്രശ്നങ്ങൾ ഫുൾ രാജ്യത്തിനെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നം വരികയാണെങ്കിൽ അപ്പോൾ അതിനെ ഫൈനാൻഷ്യൽ എമർജൻസി എന്ന് പറഞ്ഞിട്ട് ഒരു എമർജൻസി പ്രൊക്ലമേഷൻ നടത്താൻ പറ്റും ഗവൺമെന്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക്. ഇത് മാത്രമല്ല, ഈ എമർജൻസി നാഷണൽ എമർജൻസി ആയാലും ശരി, ത്രെറ്റ് ആയാലും ശരി, ഇതെല്ലാം സബ്മിഷന് കൊടുക്കണം. അതായത് പാർലമെന്റിന്റെ അപ്രൂവലിനും കൺസിഡറേഷനും ഇത് കൊടുത്തതിന് ശേഷമായിരിക്കും ഇത് ഡിക്ലെയർ ചെയ്യുക. ഇത് ഒരു മാസത്തിനുള്ളിൽ പാർലമെന്റ് ഹൗസിൽ അല്ലെങ്കിൽ മൂന്നിൽ 2 ഭാഗം മെമ്പേഴ്സ് വോട്ടിംഗ് ചെയ്ത് അത് പ്രസന്റ് ആയി വോട്ട് ചെയ്താൽ മാത്രമേ ഇത് ആവുള്ളൂ. അതേമാതിരി ഈ പ്രൊക്ലമേഷൻ ബില്ലിന് ഫെയിലിയർ ആയി പോവുകയാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അനദർ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. പിന്നെയും അതിന്റെ ക്ലാരിറ്റി ഒന്ന് ശരിയായതിനു ശേഷം 6 മാസത്തിലേക്ക് ഒരു അപ്രൂവൽ കൊടുത്തിട്ട് അത് കഴിഞ്ഞ ശേഷം പ്രൊക്ലമേഷൻ വേണമെങ്കിൽ 6 മാസത്തിൽ കൂടെ പോവും. അപ്പോ പാർലമെന്റ് ഈ പവർ റിവോക്ക് ചെയ്യുന്നതാണ്. എമർജൻസിയുടെ സമയത്ത് റെസൊല്യൂഷൻസ് വരുമ്പോൾ പാർലമെന്റിന്റെ അക്സെപ്റ്റൻസോടുകൂടി, സിംഗിൾ മെജോറിറ്റി മെമ്പേഴ്സിന്റെ അക്സെപ്റ്റൻസും പ്രസൻസോടുകൂടി മാത്രമേ നടപ്പിലാക്കാൻ പറ്റുന്നുള്ളൂ. ഇനി ആർട്ടിക്കിൾ 352 പ്രകാരം ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എമർജൻസി പ്രൊക്ലെയിം ചെയ്തത് 1962-ലാണ്. അതായത് ചൈന നമ്മളെ അറ്റാക്ക് ചെയ്തപ്പോൾ 1962 ഈ എമർജൻസി, നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തു. പിന്നെ വന്നത് 1971 1971 ബംഗ്ലാദേശ് നമ്മളുടെ വാർ വന്നപ്പോൾ ഒരു എമർജൻസി, നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു. പിന്നെ 25 ജൂൺ 1975 പ്രസിഡന്റ് വളരെ അഡ്വൈസ് ചെയ്ത പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസ് പ്രകാരം ഒരു നാഷണൽ സെക്യൂരിറ്റി എന്നുള്ള ലെവലില്, ഇന്ത്യയുടെ അകത്തുള്ള ഒരു സെക്യൂരിറ്റി ലെവലില് ഒരു പ്രൊക്ലമേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ആർട്ടിക്കിൾ 356 പ്രസിഡന്റിന് ഒരു സ്റ്റേറ്റില് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി തെറ്റിപ്പോയാൽ, അവരുടെ നിയമവ്യവസ്ഥ പോയാൽ, അവിടെ പ്രസിഡന്റ് റൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമ്പോസിഷൻ കൊടുക്കാം. അതായത് അവിടെ ആ സ്റ്റേറ്റ് മാത്രം അണ്ടർ പ്രസിഡൻഷ്യൽ റൂൾ വരും. അവിടെ എന്താ വെച്ചാൽ സുപ്രീം കോർട്ട് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. സുപ്രീം കോർട്ട് വേർഡിക്റ്റ് കൊടുക്കും. അതൊരു ബൊമ്മൈ കേസ് ഉണ്ട് കർണാടകയിൽ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, അത് എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടുപേരും അപ്രൂവൽ വന്ന ശേഷം പാർലമെന്റില് ഇതിൽ എങ്ങനെയാ വന്ന വെച്ചാൽ 2 മാസത്തിന് ശേഷം ആ ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. 1989 19 പേരുടെ ലെറ്റേഴ്സ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഗവർണർക്ക്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയ കർണാടക ഗവൺമെന്റിലേക്ക് അയക്കാണ്. അത് അവരെന്താ അയക്കുന്നത്? അതിൽ സപ്പോർട്ട്, ഞങ്ങൾ ഇപ്പോൾ റൂളിംഗ് പാർട്ടിക്കുള്ള സപ്പോർട്ട് 19 പേര് വിഡ്രോ ചെയ്യാണ്. അതിന്റെ ലീഡറായിട്ട്, അതിന്റെ പാർട്ടിയുടെ ഹെഡായിട്ടുള്ളതും ലീഡർഷിപ്പ് SR ബൊമ്മൈ ചീഫ് മിനിസ്റ്റർ ആണ്. അപ്പൊ ചീഫ് മിനിസ്റ്ററിനുള്ള സപ്പോർട്ട് പിൻവലിക്കുമ്പോൾ മിനിസ്ട്രി കൊളാപ്സ് ആവുന്നു. അങ്ങനെയാണ് ഗവർണർ ഡിസ്മിസ് ചെയ്യുന്നു ബൊമ്മൈ ഗവൺമെന്റിന്. പിന്നെ അതിനുശേഷം ഈ MLAs കുറച്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ഗവർണർ വേറെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് തിരിച്ചു വരികയാണ്. ബൊമ്മൈ ഗവൺമെന്റിന്റെ ചീഫ് മിനിസ്റ്ററിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പഴയ കുറെ MLAമാർ വരുമ്പോഴത്തേക്കും ഗവർണർ അത് സമ്മതിക്കുന്നില്ല. അപ്പൊ അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ അവരുടെ പവർ, ഗവർണറുടെ പവർ. അപ്പോ പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് മെജോറിറ്റി, നമ്മളുടെ നിയമസഭയിൽ മെജോറിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് ബൊമ്മയ്ക്ക് സമയം കൊടുക്കുന്നില്ല. ഗവർണർ ആ പാർട്ടി, ആ ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യുന്നു. അങ്ങനെ പിന്നെ SR ബൊമ്മൈ ഗവർണറിന്റെ ഡിസിഷന് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യും. ആ ചാലഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ വേർഡിക്റ്റ് വരുന്നത് 1994-ലാണ്. ഇങ്ങനെ പ്രസിഡൻസി എമർജൻസി എന്ന് പറഞ്ഞ പ്രസിഡന്റ് റൂൾ വന്ന ശേഷം 6 മാസത്തേക്കാണ് ആദ്യം പ്രസിഡന്റ് റൂൾ കൊടുക്കുക.
44ാമത്തെ അമെന്റ്മെന്റിൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് 6 മാസം പിന്നെയും വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മളുടെ പവേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുക. ഒരു കാരണവശാലും ടോട്ടലായിട്ട് 3 വർഷത്തിന് മേലെ പോകാൻ പാടില്ല എമർജൻസി പ്രസിഡൻഷ്യൽ റൂള്. ഇനി 360 ആർട്ടിക്കിൾ 360 പറയുന്നു, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നാഷണൽ എമർജൻസി കൊടുക്കാം പാർലമെന്റിന്റെ മുമ്പിൽ വെച്ചതിന് ശേഷം. അപ്പൊ പ്രസിഡന്റിന്റെ പവേഴ്സിനെ നമ്മൾ ഒരുപാട് പവേഴ്സ് ഉണ്ട്, പക്ഷെ എന്ത് പവേഴ്സ് ആയാലും പ്രൈം മിനിസ്റ്ററിന്റെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെയും ഒപ്പത്തിന് നിന്നുകൊണ്ടാണ് പ്രസിഡന്റ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്ററിന്റെ പവേഴ്സ് എന്തൊക്കെയാന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ പ്രൈം മിനിസ്റ്ററിന് നമ്മൾ എങ്ങനെയാ എടുക്കുന്നതെന്നുള്ളത് അറിയാം. ജനറൽ ഇലക്ഷൻ നടക്കുന്നു, ഏത് പാർട്ടിയാണോ കൂടുതൽ കിട്ടുന്നത് പ്രൈം മിനിസ്റ്റർ ആകുന്നു. പക്ഷെ ആ പ്രൈം മിനിസ്റ്ററിനെ പ്രസിഡന്റ് വിളിച്ച് വോട്ട് സഭ ഫോം ചെയ്യാൻ പറയാണ്. അപ്പോൾ ഈ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസ് എത്ര കാലം പ്രസിഡന്റിന്റെ സപ്പോർട്ടോടുകൂടി പോകുന്നുള്ളത് അതനുസരിച്ച് പോയിക്കൊണ്ടേയിരിക്കും. ഈ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന കൺസൾട്ട് ചെയ്തിട്ട് പ്രൈം മിനിസ്റ്ററുടെ കൺസൾട്ടേഷനോട് കൂടിയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് കൊണ്ടുവരുന്നത്. ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് പാർലമെന്റില് മെമ്പറായിട്ട് മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും, എലക്ട് ചെയ്യാം. നോമിനേറ്റഡ് കഴിഞ്ഞ ശേഷം ഒരു 6 മാസം കൂടെ പോകും. ഇനി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ക്യാബിനറ്റ് എന്നുള്ള ടേം എന്താന്ന് വെച്ചാല് ഇതിൽ ഒരുമിച്ച് ഇന്റർചേഞ്ച് ചെയ്യാവുന്ന ഒരു ക്യാബിനറ്റ് കാറ്റഗറിയാണ്. അത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് 47-ൽ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ പിന്നീട് അതിനെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പേര് മാറ്റം ചെയ്ത് ഓൾട്ടർനേറ്റീവ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആക്കി എടുക്കുകയാണ്. ഇവിടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. 1950-ൽ റെക്കമെൻഡേഷൻ, ഗോപാലസ്വാമി അയ്യങ്കാരുടെ റെക്കമെൻഡേഷനോടുകൂടി 3 ടയർ സിസ്റ്റം, അതായത് ക്യാബിനറ്റ് മിനിസ്റ്റർ ഏറ്റവും മുകളിൽ, പിന്നെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് മിഡിൽ ലെവലില്, പിന്നെ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് അറ്റ് ദ ലോവർ ലെവൽ, അങ്ങനെ 3 ടയർസ് അവരുടെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാൻ വേണ്ടി ഡെലിഗേറ്റ് ചെയ്തിട്ടാണ് ഈ ക്യാബിനറ്റ് ഫോർമേഷൻ വരുന്നത്. ക്യാബിനറ്റ് 3 സെർവ് ചെയ്യുന്ന മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യമായിട്ട് ഗവൺമെന്റ് പോളിസികൾ പ്രസന്റേഷൻ പാർലമെന്റിലേക്ക് കൊടുക്കണമോ, എന്തൊക്കെയാണെങ്കിൽ പാർലമെന്റ് കൊടുത്ത ശേഷം രണ്ടാമതായിട്ട് അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, മൂന്നാമതായിട്ട് അത് എങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ നടത്തി കോഓപ്പറേഷൻ നടത്തി അത് ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ ക്യാബിനറ്റിന്റെ പവേഴ്സ് ആണ്. ക്യാബിനറ്റ് എല്ലാ റെഗുലർ ആയിട്ട് മീറ്റ് ചെയ്യും, ബിക്കോസ് അത് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്. അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട്, സീനിയർ സിവിൽ മെമ്പേഴ്സും ഉണ്ട്, ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ട്. ഇവർക്കെല്ലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അഡോക് കമ്മിറ്റിയും വഴി പോകുന്നു. കമ്മിറ്റികൾ ചെറിയ കമ്മിറ്റികൾ ഫോം ചെയ്ത് അവർ കമ്മിറ്റികളിൽ നോക്കുമ്പോൾ ഡിഫൻസ് കമ്മിറ്റി, എക്കണോമിക് കമ്മിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ കമ്മിറ്റി, പാർലമെന്ററി ആൻഡ് ലീഗൽ അഫയേഴ്സ് കമ്മിറ്റി. ഈ അഡോക് കമ്മിറ്റി എന്ന് വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ ഒരു അഡോക് കമ്മിറ്റി ഉപയോഗിക്കുക. അപ്പൊ ഓരോ റാങ്കും, ഓരോ മിനിസ്റ്റേഴ്സിന്റെ റാങ്കും ഇതനുസരിച്ചായിരിക്കും ഫോളോ ചെയ്ത് വരുന്നത്. ഇനി ഏറ്റവും താഴെ നമ്മുടെ ഹൈറാർക്കിയിൽ നോക്കുമ്പോൾ മിനിസ്റ്റേഴ്സിന്റെ, ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സിന് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ഉണ്ട്. അതെന്താ വെച്ചാൽ ക്വസ്റ്റ്യൻസ് പാർലമെന്റിലെ ക്വസ്റ്റ്യനെയറിൽ ആൻസർ ചെയ്യുക, പൈലറ്റ് റിപ്പോർട്ട്സിന് വേണ്ടി. അതേമാതിരി പോളിസികളും പ്രോഗ്രാംസും ജനറൽ പബ്ലിക്കിന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലേസൺ ഓഫീസർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക, പാർലമെന്ററി പാർട്ടീസിനും പ്രസിനും എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടികൾ. അതേമാതിരി വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താനും ഒക്കെ ഈ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സിനെയാണ് മിനിസ്റ്റർ അഡ്വൈസ് ചെയ്യുന്നത്. ഇവിടെ ക്യാബിനറ്റില് ഏറ്റവും നമ്മൾ പറയുമ്പോഴത്തേക്കും ന്യൂക്ലിയസ് ആണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആയിട്ട് വരുന്നു. കാരണം അതാണ് ലിങ്കിങ് എക്സിക്യൂട്ടീവ് പവറിനെയും ലെജിസ്ലേറ്റീവ് പവറിനെയും ക്യാബിനറ്റ് ആണ് ലിങ്ക് ചെയ്ത് പോകുന്നത്.
ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നാണ്. എന്താണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളും ഒറ്റയ്ക്ക് ഒരു കാര്യം എടുക്കുന്നല്ല. ഒരു മിനിസ്റ്ററിനും ഒരു കാര്യം ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും അവര് ഡിസ്കസ് ചെയ്ത് ഒരു ഡിസിഷൻ എടുത്ത് കൗൺസിലില് മെമ്പേഴ്സ് എല്ലാരും ഒരുമിച്ചിരുന്ന് ഒരു മോറൽ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കിട്ടുന്നത്. അപ്പോൾ മാത്രമേ എല്ലാ മെമ്പേഴ്സും എല്ലാ മിനിസ്റ്റേഴ്സും കൗൺസിലോട് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിനോട് റെസ്പോൺസിബിൾ ആണ്. ദാറ്റ് ഈസ് അതുകൊണ്ടാണ് നമ്മൾ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ റിസൾട്ടിൽ കോയിലേഷൻ ആയാലും ശരി ഒരു മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. എല്ലാരും യൂണിറ്റി ആയിട്ട് പോയില്ലെങ്കിൽ അവിടെ എഫിഷ്യൻസി ഉണ്ടാവില്ല. അതേമാതിരി അത് കോൺഫിഡൻസ് ജനങ്ങളുടെ നിങ്ങളിലുള്ള വിശ്വാസം കുറയും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിശ്വാസം കുറഞ്ഞു പോയാൽ ജനതാ ഗവൺമെന്റ് 1979 ഈ ഓപ്പൺ ആയിട്ടുള്ള പബ്ലിക് പോളിസിയിൽ അവർക്ക് ഇഷ്ടമില്ലാണ്ടായി ആ ഗവൺമെന്റ് തന്നെ കളക്റ്റീവായിട്ട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്ന ഗവൺമെന്റ് കൊളാപ്സ് ആവുകയാണ്. ഇനി പാർലമെന്റും ഗവൺമെന്റും ക്യാബിനറ്റും തമ്മിലുള്ള ഉദ്ദേശങ്ങൾ വരുമ്പോൾ ഇവിടെയും നമ്മൾ എക്സിസ്റ്റൻസ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെയും ഡിസിഷൻസ് ആണ്. അപ്പോൾ ആ ഡിസിഷനെ അനുസരിച്ചിട്ട് വേണം ജനറൽ പാർലമെന്റിൽ പ്രൈം മിനിസ്റ്റർ സപ്പോർട്ടോടുകൂടി വേണം വർക്ക് ചെയ്ത് പാർലമെന്റ് ഫങ്ഷനിങ് കറക്റ്റ് ആയിട്ട് പോവാൻ. ഇനി പവേഴ്സും ഇൻഫ്ലുവൻസും മിനിസ്റ്റേഴ്സിനുള്ള പവേഴ്സും പ്രൈം മിനിസ്റ്ററിന്റെ പവറും ഇൻഫ്ലുവൻസും. പ്രൈം മിനിസ്റ്റർ എപ്പോഴും വൈഡ് റേഞ്ച് ലീഡറാണ്, ലോക്സഭയുടെ ലീഡറാണ്. അത് മാത്രമല്ല ഒരു എല്ലാ കൺസ്ട്രക്ടിങ് റീഷഫിളിങ് ഇതൊക്കെ പാർലമെന്റിൽ നടക്കുന്നതും പ്രൈം മിനിസ്റ്ററിന്റെ കൊളീഗ്സിനെ സെലക്ട് ചെയ്യുന്നത് അതേമാതിരി ഏത് പാർട്ടിയിൽ നിന്നുള്ള സെലക്ട് ചെയ്യുന്നു, അങ്ങനെ ഇതൊക്കെ പവർ പ്രൈം മിനിസ്റ്ററിനുള്ളതാണ്. മാത്രമല്ല ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന വെച്ചാൽ ഒരു എലക്ഷൻ ടൈമില് എമർജൻസിയില് ഏതാണോ പവർഫുൾ ആയിട്ട് വരുന്നത് മിഡ് ടേം ഇലക്ഷൻസിൽ, അതേമാതിരി എല്ലാ മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്റേഴ്സ് ക്ലിയർ ആയിട്ട് അവരുടെ ഷഫിളിംഗ് നടത്തി വേണം മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനും. ഇനി പ്രൈം മിനിസ്റ്ററിന് വേറൊരു പവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ ലീഡർ മാത്രമല്ല, ലോക്സഭയുടെ കൺട്രോളിംഗ് പാർലമെന്ററി ആക്ടിവിറ്റീസ് മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അഡ്വൈസ് ചെയ്യേണ്ടത് പ്രസിഡന്റിന് അഡ്വൈസ് ചെയ്യേണ്ടതും ഏതെങ്കിലും സമ്മണിങ് ചെയ്യുന്നതൊക്കെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. പ്രൈം മിനിസ്റ്റർ ഒരു കാരണവശാലും സ്പീക്കറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് അജണ്ട പ്രിപ്പയർ ചെയ്യുന്നത്. അതേമാതിരി തന്നെ പ്രൈം മിനിസ്റ്റർ എൻജോയ് ചെയ്യുന്ന ലെജിസ്ലേറ്റീവ് പവറിൽ പാർലമെന്റില് ഡെസൊല്യൂഷൻ വേണമെങ്കിൽ ഡിസൊല്യൂഷൻ ചെയ്യാനുള്ള പവറുണ്ട്. പ്രസിഡന്റ് ഇതെല്ലാം അഡ്വൈസ് ചെയ്താൽ മാത്രമേ പവറില് പ്രസിഡന്റിന്റെ പവറിനെ യൂട്ടിലൈസ് ചെയ്യാൻ പ്രൈം മിനിസ്റ്റർ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ ഓപ്പോസിഷനെ പ്രൈം മിനിസ്റ്ററിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പാട്രണേജ് എല്ലാ ഗവൺമെന്റിന്റെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, പ്രൈം മിനിസ്റ്ററിന്റെ, പ്രസിഡന്റിന്റെ, ചീഫ് ജസ്റ്റിസിന്റെ, കോർട്ടിന്റെ, അറ്റോർണി ജനറലിന്റെ, ഇവരുടെ എല്ലാം കോമ്പിനേഷനിൽ കൂടിയാണ് ഒരു PM ഒരു രാജ്യത്തിനെ കൺട്രോൾ ചെയ്തു പോകുന്നത്. ഇന്റലിജൻസ് ഏജൻസീസ് ഉണ്ട്, ബാക്കിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വിങ്സ് ഉണ്ട്. അവരൊക്കെ മെമ്പേഴ്സിന്റെ പാർലമെന്റിലുള്ള അസോസിയേഷൻ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ആ പവർ PMന്റെ പവർ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം പോപ്പുലർ ആണ്. അത് മാത്രമല്ല ചിലരുടെ പേഴ്സണൽ ആയിട്ടുള്ള കരിഷ്മ അതും നമ്മളുടെ ഒരു PMനോടുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് നമുക്ക് കാരണമായിട്ട് വരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രസിഡന്റിന്റെയും പ്രൈം മിനിസ്റ്ററിന്റെയും പവേഴ്സിനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഓരോ സമയത്തും പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, റിയൽ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണ്, പക്ഷെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പവർ എക്സിക്യൂട്ടീവ് പവർ മുഴുവനും പ്രൈം മിനിസ്റ്ററുടെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ഒപ്പീനിയൻ അനുസരിച്ച് പ്രസിഡന്റിന്റെ വർക്ക് സപ്പോർട്ട് ചെയ്ത് പോകുന്നത് മുഴുവനും പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ബാക്കി മിനിസ്റ്റേഴ്സും ഉണ്ട്. ഇതിടെ രാജേന്ദ്ര പ്രസാദിന്റെ ടൈമിൽ, ആദ്യത്തെ രാജേന്ദ്ര പ്രസാദിന്റെ ടൈമിൽ ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നു പ്രൈം മിനിസ്റ്ററിന് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു.
കാരണം നെഹ്റുവിന് ഒരു ഹിന്ദു പേഴ്സണൽ ലോ വരുമ്പോഴത്തേക്കും അതിനെ പറ്റിയുള്ള അറ്റംപ്റ്റില് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതേമാതിരി 1987 പ്രസിഡന്റ് സെയിൽ സിംഗിന്റെ കൂടെ ഇന്ത്യൻ പോസ്റ്റൽ അമെൻമെന്റിന്റെ കാര്യത്തിലും 2 ഹൗസസിലും പാസ് ചെയ്തു. കാരണം ഇവിടെ കാണുന്നത് ആ സമയത്ത് കാലഘട്ടത്തിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയുടെയും പ്രസിഡന്റിന്റെയും ഡിഫറൻസ് ഉണ്ടായിട്ടും അത് പാസ്സായി പോയി. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ കോർപ്പറേഷൻ, അവരുടെ കൗൺസിലിന്റെ കോർപ്പറേഷൻ, ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയെ വളരെ സ്വാധീനിക്കുന്നുണ്ട്. ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സില്, ക്യാബിനറ്റില് പ്രൈം മിനിസ്റ്ററിന്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. പ്രിൻസിപ്പൽഷിപ്പില് കളക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവില് വേണം അവർ വർക്ക് ചെയ്തു പോകാൻ എന്ന് പറഞ്ഞ് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തതായിട്ട് വരുന്നത് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ അല്ലെങ്കിൽ സിസ്റ്റമാണ് നമ്മളുടെ ജനാധിപത്യത്തിൽ. ജുഡീഷ്യറി ഒരു കാരണവശാലും, അതായത് നിയമവ്യവസ്ഥകളാണ് ഇവിടെ വരുന്നത്, ഒരു കാരണവശാലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ഒരു കാരണവശാലും ഒരാളുടെയും പവറിൽ അല്ലെങ്കിൽ ഒരാളുടെയും കൺട്രോളിൽ വരാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. കാരണം അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ വളരെ ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്, ഒരു തരത്തിലുള്ള കോടതികൾ ഒരു തരത്തിലുള്ള ഇന്റർഫിയറൻസോ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാനോ യൂണിയൻ ലെജിസ്ലേച്ചറിലോ എക്സിക്യൂട്ടീവിനോ വലിയ ടോപ്പ് ഒഫീഷ്യൽസോ, അതായത് ഫ്രീ ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്നാണ് ഉദ്ദേശം. അതായത് നിയമത്തിന്റെ മാതൃകയിൽ നടക്കണം, ഒരാളും അതിൽ തലയിടാൻ പാടില്ല. റെഗുലേറ്റിംഗ് ആക്ട് കൊളോണിയൽ പീരീഡില് 17ാം നൂറ്റാണ്ടിൽ 73 സുപ്രീം കോടതി ആദ്യം വരുമ്പോൾ ഇന്ത്യയില് കൽക്കട്ടയിലായിരുന്നു. ബ്രിട്ടീഷ് മോഡലാണ് അത് വരുന്നത്. സുപ്രീം കോടതിയാണ് കൽക്കട്ടയിൽ വരുന്നത്. അവിടെ 3 ജഡ്ജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ലേറ്റർ ഓൺ അത് 2ആയിട്ട് മാറുന്നു. അത് അപ്പോയിന്റ് ചെയ്തത് ക്വീൻ ആണ്, ക്രൗൺ ആണ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ്. ആ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരം എല്ലാ ഈ കോർട്ടില് ഹിസ് മെജസ്റ്റി സബ്ജക്ട്സ് എന്നാണ് പറയാ. അത് മാത്രമല്ല ഇവിടെ ഈ കോർട്ട് സുപ്രീം കോടതി മദ്രാസിലും അതിനുശേഷം ബോംബെയിലും ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് 2 തരത്തിലുള്ള റൂളിംഗ് ഇവിടെ കാണാൻ പറ്റും. അതായത് സുപ്രീം കോടതി ഇൻ ദ പ്രസിഡൻസീസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള ഏരിയകൾ, അവിടെയും അവിടെ ഒരു ന്യായം. സർദാർ എന്ന് പറഞ്ഞിട്ടുള്ളത് കോർട്ടിലുള്ള, സാധാരണ കോർട്ടിലുള്ള ന്യായം. അപ്പോ പ്രസിഡൻസിയിലെ ഇംഗ്ലീഷ് ലോ ആണ് അവരുടെ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ സർദാർ എന്ന് പറഞ്ഞിടത്ത്, അതായത് സാധാരണക്കാരായ നമുക്കുള്ള പേഴ്സണൽ ലോസും അതിന്റെ റെഗുലേഷൻസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഹൈക്കോടതിയിൽ 1861 ഈ ആക്ടിനെ മാറ്റി അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നേറ്റീവ് കോടതിയില് സർദാർ ദിവാനി അദാലത്ത്, സർദാർ നിസാമത്ത് അദാലത്ത്, പ്രസിഡൻസി കൽക്കട്ടയിലും ഒക്കെ മാറ്റി അവർ വെച്ചിരുന്നു. ഹയസ്റ്റ് അപ്പീൽ കോടതിയിലെ ജസ്റ്റിസ് ജുഡീഷ്യൽ കമ്മിറ്റി പ്രിവി കൗൺസിലിനെ കൊണ്ടുവരുന്നു. ഇനി ഫെഡറൽ ഗവൺമെന്റ്, നമ്മുടെ ഡൽഹി ഗവൺമെന്റ് 1935 ആക്ട് പാസ് ചെയ്യാണ്. ഈ ആക്ടിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഹൈക്കോടതിയും പ്രിവി കൗൺസിൽ റിഗാർഡിംഗ് മാറ്റേഴ്സ് എല്ലാം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വഴി ഈ ഫെഡറൽ അഡ്വൈസറി പറയുന്നത് ജൂറിസ്ഡിക്ഷൻ ഏതേത് ലെവലിലുണ്ടോ അങ്ങനെ വരുമ്പോൾ മാത്രമേ ജനുവരി 26 നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിയൽ ആയിട്ട് ഇംപ്ലിമെന്റ് ആവുന്നത് ഇത് ശരിയാക്കിയ ശേഷമാണ്. ഇനി ഏറ്റവും അപ്പെക്സ് അല്ലെങ്കിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് 3 ടയറാണ് ജുഡീഷ്യറി. ഏറ്റവും മേലെയാണ് സുപ്രീം കോടതി, അതിന്റെ താഴെ ഹൈക്കോർട്ട്, അതിന്റെ താഴെ ലോവസ്റ്റ് റാങ്കിലെ സെഷൻസ് കോർട്ട്. അപ്പൊ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഹയസ്റ്റ് ആണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ആണ് സുപ്രീം കോടതി.
കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സുപ്രീം കോടതി പറയുന്നത് ബാക്കിയുള്ള കോടതികളൊക്കെ അനുസരിച്ച് പോവുക. അതേമാതിരി ഹൈക്കോർട്ട്സ് ഓരോ സ്റ്റേറ്റ്സിലും ഉണ്ട്. ഓരോ ഹൈക്കോർട്ടിന്റെയും താഴെ അതിൻ്റെതായ ഡിസ്ട്രിക്ട് പ്രകാരം ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ട് ഉണ്ട്. അതിന്റെ പ്രകാരം സബോർഡിനേറ്റ് കോഴ്സസ് ഉണ്ട്. അതിന്റെ പിന്നാലെയായിട്ട് മൈനർ ജുറിസ്ഡിക്ഷൻ, സ്മോൾ കേസ് കോടതികളുണ്ട്. ഇതെല്ലാം കോടതി വന്നാൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ ഭരണഘടന വെച്ച് നോക്കുമ്പോൾ അതൊരു പിരമിഡ് ഷേപ്പിലാണ് വരുന്നത്. പിരമിഡ് ഷേപ്പിലേക്കാണ് ഈ ഡിവിഷൻ വന്നുകൊണ്ടിരിക്കുക. സുപ്രീം കോടതി ജുഡീഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കുമ്പോഴും ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. പവറിൽ ഇവർക്ക് ഇഷ്യൂ, അതായത് കോടതിക്ക് അസംബ്ലിക്ക് കൊടുക്കാനുള്ളത് കൂടാണ്ട് സുപ്രീം കോടതിക്ക് വേറൊരു പവർ ഉണ്ട്, ഇഷ്യൂ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. അതായത് റിവ്യൂ എന്ന് വെച്ചാൽ പുനഃപരിശോധന, അങ്ങനെ ഉള്ള പവർ കൂടി ഉണ്ട് സുപ്രീം കോടതിക്ക്. ഇനി സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ആദ്യം ഇപ്പൊ 26 ജഡ്ജിന് മേലെ പോകാൻ പാടില്ല. ആദ്യ സമയം ഇനോഗ്രേഷൻ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ആദ്യം 8 ജഡ്ജാണ് ഉണ്ടായിരുന്നത്. പിന്നെയാണ് അത് 26 മാറിയിട്ടത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവരെയൊക്കെ കൗൺസിലേഴ്സിനെയും അറ്റൻഡൻസോട് കൂടിയാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുക. അപ്പോൾ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്ത ശേഷം ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരികയാണെങ്കിൽ അവന് ശേഷമാണ് ഒരു റീകോളിംഗ് ഇഷ്യൂസ് വന്നു. 1973 റീകോൾ ചെയ്തു. ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത SS സുറയെ ചീഫ് ജസ്റ്റിസിന് വേറെ 4 റെക്കമെൻഡേഷനോട് കൂടിയാണ് അപ്പോയിന്റ് ചെയ്തത്. ചീഫ് ജസ്റ്റിസ് SM സിക്കറി. അപ്പൊ ഇവിടെ കോൺഫ്ലിക്റ്റ് വരാൻ പാടില്ല എന്നുള്ളതാണ് നിർബന്ധം. ചില ക്വാളിഫിക്കേഷൻസും എന്തെങ്കിലും കാരണവശാൽ ഒരു എലിജിബിലിറ്റി എന്താ വെച്ചാൽ സുപ്രീം കോടതി ജഡ്ജ് ആവാൻ, ചീഫ് ജസ്റ്റിസ് ആവാൻ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, ഹൈക്കോടതിയിൽ 5 കൊല്ലം പ്രവർത്തിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ട് ഹൈക്കോടതിയിൽ 10 കൊല്ലത്തിൽ കൂടുതൽ ഉണ്ടാവണം, പിന്നെ ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ഒരു ജൂറിസ്റ്റ് ആയിട്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് തോന്നണം. ഇത് കൂടാണ്ട് ഒരു കൊളീജിയം എന്നുണ്ട്. ഈ കൊളീജിയം സിസ്റ്റത്തില് റെഫറൻസ് എങ്ങനെ വെച്ചാൽ ജഡ്ജസിനെ സെലക്ട് ചെയ്ത് വരുന്നതാണ്. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 2/3 ഈ സിസ്റ്റത്തില് 2 ജഡ്ജ്മെന്റ്സും സുപ്രീം കോടതി നോക്കും. ഇതിൽ അപ്പെക്സിൽ വരുന്ന ജഡ്ജസിനെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റും ട്രാൻസ്ഫർ ഓഫ് ജഡ്ജസും ഒക്കെ നോക്കുന്നത്. ഇനി ഓരോ ജഡ്ജിന്റെ ഓഫീസ്, അതായത് ഇവിടെ നമ്മൾ പറയുന്നത് 65 വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിന്, ജസ്റ്റിസിന്. ആ സുപ്രീം കോടതി ജസ്റ്റിസ് 65 വയസ്സ് വരെ ഇരിക്കാം ജോലിയിൽ. അതിന് മുമ്പ് അവർ റിസൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ റിസൈൻ ചെയ്യാണ്ട് എന്തെങ്കിലും കാരണവശാൽ തെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇംപീച്ച്മെന്റ് വരും. അപ്പൊ ഈ പ്രോസസ്സ് എന്താന്ന് വെച്ചാൽ പാർലമെന്റിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം, 2/3 മെജോറിറ്റി പ്രസന്റും ആണ്, വോട്ടിംഗ് ആവണം. അപ്പോൾ മാത്രമേ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ജഡ്ജിനെ റിമൂവ് ചെയ്യണമെന്നെങ്കിൽ, ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയാ. അപ്പൊ ഇംപീച്ച്മെന്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ മോഷനില് ആദ്യമായിട്ട് ടേബിൾ ചെയ്തത് 1991 അതിൽ ജസ്റ്റിസ് രാമസ്വാമിയുടെ കേസാണ് വന്നത്. ആ ജസ്റ്റിസ് രാമസ്വാമിയുടെ കേസിൽ ഓഡിറ്റേഴ്സും എല്ലാ റെവലൻസ് കമ്മിറ്റി ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്യാൻ. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിട്ട് പഞ്ചാബ് ഹരിയാന ഹൈക്കോർട്ടിൽ ഇരിക്കുമ്പോൾ ഒരു വേർഡിക്റ്റിനും ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് കമ്മിറ്റി എറർ ഉണ്ട് കണ്ടുപിടിച്ചു. ഇതിനുശേഷം 3 മെമ്പർ ജുഡീഷ്യൽ കമ്മിറ്റി സെറ്റപ്പ് ചെയ്ത് അതിൽ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജി ഉണ്ട്, പിന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ബോംബെ ഹൈക്കോർട്ട് ഉണ്ട്. അവരാണ് ഇതിന് അന്വേഷിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരാകുകയും അതിനുശേഷം അത് കണ്ടത് ഈ പറഞ്ഞ സ്വാമി രാമസ്വാമി വളരെ റോങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനുശേഷം മിസ്ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് രാമസ്വാമിന് ഫസ്റ്റ് ജഡ്ജിന് സുപ്രീം കോടതിനെ ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സിന് വേണ്ടി തുടങ്ങി വെച്ചു. അപ്പോൾ രാമസ്വാമി ഈ പ്രൊസീഡിങ്സ് തെറ്റാണെന്ന് പറഞ്ഞ് നോഷൻ കൊടുക്കുകയും കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു. പക്ഷെ 1993 ഇത് റെസൊല്യൂഷൻ ഇംപീച്ച്മെന്റ് മോഷൻ
മൂവ് ചെയ്തു. പക്ഷെ 196 വോട്ടിന് 401 വോട്ടിംഗ് 401 പേര് വോട്ട് ചെയ്തു വേണമെന്ന് വേണം, 190 പേര് വേണ്ടാന്ന്. പക്ഷെ ഇതിന് ഈ റിമൈനിങ് ബാക്കി 205 പേര് അബ്സ്റ്റൈൻ ചെയ്തു. അപ്പൊ എങ്ങനെയായാലും ജഡ്ജിന്റെ മിസ്റ്റേക്ക് പ്രൂവ് ആയതുകൊണ്ട് ജഡ്ജി ഇവൻച്വലി അത് അവിടെ നിന്ന് തന്റെ പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു. ഇനി ഇവർക്ക് ഓരോരുത്തർക്കുള്ള സാലറികൾ എന്താ വരിക? കാരണം ഈ ജഡ്ജ്മെന്റിനൊക്കെ റിസീവ് ചെയ്ത സാലറി ഗവൺമെന്റിന്റെ എഫിഷ്യൻസിയിലും ഇമ്പാർഷ്യാലിറ്റിയും ഉള്ള ഒരു ഡ്യൂട്ടിയാണിത്. അത് മാത്രമല്ല, നല്ല സാലറി അവർക്ക് ഉണ്ടെങ്കിൽ കൂടെയും അത് കൂടാണ്ട് അവർക്ക് റെന്റ് ഫ്രീ ഒഫീഷ്യൽ അക്കോമഡേഷനും ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന നല്ല ജഡ്ജസ് കൊടുത്തിട്ടുള്ളത് കാരണം അവര് എക്സെപ്റ്റ് അവർക്ക് നല്ല സാലറി കൊടുത്തിട്ടുള്ളത് ഒരു കാരണവശാലും മാറ്റാറില്ല. അൺടിൽ ആൻഡ് അൺലെസ് ഫൈനാൻഷ്യൽ എമർജൻസി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് അവരുടെ സാലറി പൊയ്ക്കൊണ്ടിരിക്കും. അതേമാതിരി മാത്രമല്ല, സാലറി മാത്രമല്ല, അലവൻസസും ജഡ്ജിനുള്ള എല്ലാ കംഫർട്ട്സും കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഒരു അതിൽ നിന്നാണ് ഇവർക്ക് പോകുന്നത്. ഇനി ഇമ്മ്യൂണിറ്റീസ്, ഒരു ജഡ്ജിന് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ഒരു കാരണവശാലും പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയിൽ വരാൻ പാടില്ല എന്നുള്ളത് കപ്പാസിറ്റിയാണ്. അപ്പൊ കോർട്ട് വളരെ ക്ലിയർ ആയിട്ട് പ്രൊസീഡിങ്സ് പറഞ്ഞിട്ടുണ്ട്. അവനവന്റെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുക, ഒഫീഷ്യൽ ഡ്യൂട്ടി ക്ലിയർ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യണം എന്നുള്ള നിർബന്ധവും ഉണ്ട്. ഇനി ജൂറിസ്ഡിക്ഷൻ, ഓരോ ഏരിയയിലേക്ക് വരുന്ന ജൂറിസ്ഡിക്ഷൻ ആണെന്ന് പറയുന്നത്. അതായത് സുപ്രീം കോർട്ടിന്റെ താഴെ വരുന്നത് എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 141 ഡിക്ലെയർ ചെയ്യുന്നത് ബൈൻഡിങ് ഓൾ ഇന്ത്യ ലെവലില്, സുപ്രീം കോടതി ഓൾ ഇന്ത്യ ലെവലാണ് ബൈൻഡിങ് വരുന്നത്. ഇതിന് ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട്. ഈ സുപ്രീം കോർട്ടിനെ ഡിവൈഡ് ചെയ്യുന്നു: ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, നാലാമതായിട്ട് റിവ്യൂഡ് ജൂറിസ്ഡിക്ഷൻ. അപ്പൊ ഈ 4 ഘടകങ്ങളായിട്ടാണ് ഈ ജൂറിസ്ഡിക്ഷനെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെ വിഭജിച്ചിട്ടുള്ളത്. ഇനി ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്താന്ന് വെച്ചാൽ, ഇനീഷ്യൽ ആയിട്ടുള്ള നമ്മൾ ഫെഡറൽ കോർട്ടിലാണ് ഉപദേശിക്കുന്നത്. യൂണിയനും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഓരോ കോൺസ്റ്റിറ്റ്യൂന്റ് ഡിഫറൻസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ, എങ്ങനെയാണ് അത് ഇന്റർപ്രിറ്റ് ചെയ്തെടുക്കുന്നത്, ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അതേമാതിരി യൂണിയൻ ഗവൺമെന്റും എങ്ങനെയാണ് അതിനെ അതോറിറ്റീവ് റെസൊല്യൂഷൻസ് പാസ്സായി വരിക, ജുഡീഷ്യൽ ഓർഗൻ വഴി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ലീഗൽ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. 131 ആർട്ടിക്കിൾ 131 സുപ്രീം കോടതി വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ജൂറിസ്ഡിക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റേറ്റും യൂണിയനും സ്റ്റേറ്റും അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റും വേറൊരു സ്റ്റേറ്റും ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ്, ഇതിലൊക്കെയാണ് സുപ്രീം കോടതിയുടെ എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പവർ ചെയ്യുന്നുണ്ട്. ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ സുപ്രീം കോടതി ജൂറിസ്ഡിക്ഷനിൽ ഇടപെട്ട് അവരുടെ നിയമം നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിൽ പറയുന്ന പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുണ്ട്. ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി ഡയറക്റ്റ് ആയിട്ട് എൻഫോഴ്സ്മെന്റ് വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ്. പാർട്ട് 3 ഓഫ് നമ്മുടെ നിയമവ്യവസ്ഥ. അതായത് ഗാർഡിയൻ ആണ് സുപ്രീം കോടതി, ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതിന് മാത്രമല്ല ഹൈബസ് കോർപ്പസും ക്വാറന്റോ, പ്രൊഹിബിഷൻ, സെൻട്രിയോറി, മെമോറ്റാസ്, ഇതൊക്കെ ഇഷ്യൂ ചെയ്യാനുള്ള പവർ സുപ്രീം കോടതിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. ഹൈബസ് കോർപ്പസ് എന്ന് വെച്ചാൽ ഒരാളെ മിസ്സിംഗ് ആയാൽ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ഓർഡർ കൊടുക്കുക, അതേമാതിരി ലീഗലായിട്ടുള്ള റിറ്റ് കൊടുക്കുക. അപ്പൊ ഇങ്ങനത്തെ പവേഴ്സ് ഒക്കെ സുപ്രീം കോടതി ഉപയോഗിച്ചുകൊണ്ട് വരുന്നു. അത് മാത്രമല്ല, സുപ്രീം കോടതിക്ക് ഓരോ ഇഷ്യൂ അപ്രോപ്രിയേറ്റ് ഡിറക്ഷൻസ്, ഓർഡേഴ്സ് എക്സിക്യൂട്ടീവ് ഗവൺമെന്റിലായാലും ശരി പറയാനുള്ള അധികാരമുണ്ട്. ഇനി അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനിൽ എന്താണ് പറഞ്ഞത്? ഇത് എല്ലാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ മുഴുവനും ആവശ്യമുള്ള കാര്യമാണ്. ഇവിടെ സിവിൽ ലോസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് ഉണ്ട്. സിവിൽ കേസും അതുമല്ലാതെ ക്രിമിനൽ കേസും ഉണ്ട്. അപ്പൊ ഇതിനെ
പ്രോപ്പർട്ടി കേസ് ഉണ്ട്, ഡെത്ത് സെന്റൻസ് ഉണ്ട്. ഇതിന്റെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 132 കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ പ്രകാരം സുപ്രീം കോടതിക്ക് ഒരു ജഡ്ജ്മെന്റ് നോക്കാനും, അതേമാതിരി കോർട്ട്, സിവിൽ കോർട്ട്, ഫൈനൽ ഓർഡർ കോർട്ടിന്റെ, സിവിൽ കോർട്ടിന്റെ, ക്രിമിനൽ പ്രൊസീജിങ്സിന്റെ, ഹൈക്കോർട്ടിന്റെ ഇൻവോൾവ് ചെയ്യുന്നത്, അതിന്റെ ലോ എങ്ങനെയാണ് ഇന്റർപ്രിട്ടേഷൻ ചെയ്തിട്ടുള്ളതെന്ന് എടുത്തു പറയാനുള്ള ഭരണഘടനയിലുള്ള പവർ ഇവർക്കുണ്ട്. മാത്രമല്ല ഹൈക്കോടതി സർട്ടിഫൈ ചെയ്തിട്ടുള്ളതും അതിനെ സർട്ടിഫൈ ചെയ്ത് അത് നടന്നിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിക്ക് സ്പെഷ്യൽ ആയിട്ട് ഗ്രാന്റ് ചെയ്താനുള്ള ലീവും ഉണ്ട്. കൂടാണ്ട് ആർട്ടിക്കിൾ 133 കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് സിവിൽ കേസസ്, കോടതിയിൽ കിടക്കുന്ന സിവിൽ കേസസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനും, ഹൈക്കോടതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും അവർക്ക് അധികാരമുണ്ട്. ആർട്ടിക്കിൾ 134 പറയുന്നത് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനിൽ ഏതെങ്കിലും സെന്റൻസസ് ഏതെങ്കിലും വിധത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ഉള്ളത്, അതായത് ഹൈക്കോർട്ട് അപ്പീൽ നോക്കിയില്ല, അല്ലെങ്കിൽ അക്യൂസ്ഡ് സെന്റൻസിൽ ഡെത്ത് സെന്റൻസ് കൊടുത്തു, അല്ലെങ്കിൽ ട്രയലിൽ, ഇങ്ങനെ വരുന്ന കോടതികൾ അപ്പീൽ ചെയ്യാൻ പറ്റും. ഹൈക്കോടതി നിയമം നടത്താക്കാൻ നിങ്ങൾ സുപ്രീം കോടതിക്ക് പോകൂ എന്ന് പറയുന്ന കേസുകൾക്കും അവർക്ക് അവിടെ അപ്പീൽ ചെയ്യാൻ പറ്റും. ഇനി സുപ്രീം കോടതിയിൽ ഫൈനൽ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ വഴി നമ്മൾ ഇതൊക്കെ ഡിഗ്രിയൊക്കെ പറഞ്ഞ് പാസ്സാക്കി എടുക്കാനും കോർട്ട് ട്രിബ്യൂണൽ കൊടുക്കാനും പറയും. ഇനി അടുത്തതായിട്ട് പറയുന്ന അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസ് കൊടുക്കുക. പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കും ഗവൺമെന്റിനും അതേമാതിരി പല വിധത്തെ അഡ്വൈസ് കൊടുക്കുക, അതാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ഈ അഡ്വൈസറി 3 വിധത്തിലുണ്ട്. ഒന്ന്, എപ്പോഴാണോ രണ്ട് പാർട്ടീസ് തമ്മിൽ ലിറ്റിഗേഷൻ, വഴക്കില്ലാണ്ടിരിക്കുമ്പോൾ. രണ്ടാമത്തത് അഡ്വൈസറി ഒപ്പീനിയൻ, കോർട്ടിന്റെ ബൈൻഡിങ്, ഗവൺമെന്റിനെ ബൈൻഡ് ചെയ്യുന്ന കോടതിയുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവർ അഡ്വൈസറി റോളിൽ വരും. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് എക്സിക്യൂട്ടീവ്, ഒരു ജഡ്ജ്മെന്റിന്റെ എക്സിക്യൂഷൻ വരുമ്പോൾ. അപ്പോ കോടതിയുടെ പവറിൽ ഉപയോഗിച്ച് അവര് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് റിവൈവ് ചെയ്യാൻ പറ്റും. ഇനി റിവ്യൂ ചെയ്യുക, അതായത് തിരിച്ച് പരാമർശിക്കുക, ഒന്നുകൂടെ റിവ്യൂ ചെയ്യാന്ന് വെച്ചാൽ പുനഃപരിശോധന. ഈ പുനഃപരിശോധന ചെയ്യേണ്ടത് അവിടെ എവിടെയാണോ നമ്മളുടെ പരാമർശിച്ച് വരുന്നത് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഡിസ്ക്രിപ്ഷനിൽ തെറ്റുണ്ടെങ്കിൽ പുനഃപരിശോധനയ്ക്ക് ചെയ്യാനുള്ള പവർ സുപ്രീം കോടതി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. അത് അവർക്ക് ചെയ്യുകയും ചെയ്യും, യൂണിയൻ ആയാലും ശരി, ലെജിസ്ലേച്ചർ ആയാലും ശരി. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഹൈക്കോർട്ടിനെ പറ്റിയാണ്. ഹൈക്കോർട്ട് എല്ലാ സ്റ്റേറ്റ്സിലും ഓരോ ഹൈക്കോർട്ട് ഉണ്ട്. ഈ ഹൈക്കോർട്ടിൽ ആ ഹൈക്കോർട്ട് വഴി പാർലമെന്റിന്റെ പവേഴ്സ് എക്സസൈസ് ചെയ്യാൻ പറ്റും ഗവൺമെന്റിന്. അതേമാതിരി പഞ്ചാബ്, ഹരിയാന, ചില ഹൈക്കോർട്ട് വന്ന് 2 സ്റ്റേറ്റോ 3 സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് പഞ്ചാബും ഹരിയാനയ്ക്കും കൂടെ ഒരു കോമൺ ഹൈക്കോർട്ടാണ്. അതേമാതിരി ഹൈക്കോർട്ട് ആസാം, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്, ഇവർക്ക് 3 കൂടി ഒരു ഹൈക്കോർട്ടാണ്. അതേമാതിരി യൂണിയൻ ടെറിട്ടറി നോക്കുമ്പോഴും ഈ ലോ ഇങ്ങനെ തന്നെ വരുന്നു, ജൂറിസ്ഡിക്ഷൻ വരുന്നു യൂണിയൻ ടെറിട്ടറിയിൽ. അങ്ങനെ വരുമ്പോൾ ഡൽഹി, മദ്രാസ് യൂണിയൻ ടെറിട്ടറി ആണെങ്കിലും അവരുടെ ഹൈക്കോർട്ട്, ഈ മദ്രാസ് ഹൈക്കോർട്ട് നോക്കുന്നത് ജൂറിസ്ഡിക്ഷൻ പോണ്ടിച്ചേരി കൂടെ നോക്കുന്നുണ്ട്. കേരള ഹൈക്കോർട്ട് നോക്കുന്നുണ്ട്. ലക്ഷദ്വീപിലത്തെ കേസുകൾ അവർ നോക്കുന്നുണ്ട്. ബോംബെ ഹൈക്കോർട്ട് ദാദർ നഗർ ഹവേലി, അതായത് യൂണിയൻ ടെറിട്ടറീസ് നോക്കുന്നു. കൽക്കട്ട ഹൈക്കോർട്ടാണ് നോക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, അവരുടെ കൺട്രോളിലാണ് അത് നോക്കുന്നത്. പഞ്ചാബ് ആൻഡ് ഹരിയാന, പഞ്ചാബിലത്തെ ഹൈക്കോർട്ട് നോക്കുന്നത് പഞ്ചാബ് മാത്രമല്ല ചണ്ഡീഗഡ് കൂടെ നോക്കുന്നു. ഇനി കോമ്പസിഷൻ, ഹൈക്കോർട്ടിന്റെ കോമ്പസിഷൻ എങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ വന്ന് പ്രസിഡന്റ് ഫിക്സ് ചെയ്ത മാതിരി തന്നെ ജഡ്ജസിനെ ഹൈക്കോർട്ടിലും മിനിമം പറഞ്ഞിട്ടില്ല, പക്ഷെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അതിനുശേഷം ഇവരുടെ ആക്ച്വൽ ടേം, റിയൽ എക്സിക്യൂട്ടീവ് ടേം നിൽക്കുന്നതാണ്. ഇപ്പൊ അപ്പോയിന്റ്മെന്റിന് ശേഷം കൺസൾട്ട് ചെയ്യും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട്. ഹൈക്കോർട്ടിലെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് കൺസൾട്ട് ചെയ്യും. അഡീഷണൽ ജഡ്ജസ് വേണമോ, എങ്ങനെയാണ്, ടെമ്പററി അപ്പോയിന്റ്മെന്റ് ആണോ, അത് 2 കൊല്ലത്തെ എക്സീഡ് ചെയ്ത് പോകണോ എന്നുള്ളതൊക്കെ എല്ലാ കോർട്ടും അവര് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് കൺസൾട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്.
ഹൈക്കോടതിയിലുള്ള ജഡ്ജിന് 62 വയസ്സ് വരെ പോവാം. റിസൈൻ ചെയ്തില്ല അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഇംപീച്ച്മെന്റ് വരണുണ്ടെങ്കിൽ അവരെ പുറത്താക്കാൻ പറ്റും. പ്രസിഡന്റ് റിമൂവ് ചെയ്യാറില്ല സാധാരണ. എപ്പോഴാണോ മിസ്ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മളുടെ ഭരണഘടന തെറ്റായി വരുന്നത് അപ്പോഴാണ് ഇംപീച്ച്മെന്റ് നടക്കുക. ഇനി ജൂറിസ്ഡിക്ഷൻ, ഓരോ ജൂറിസ്ഡിക്ഷനിൽ വരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. യൂണിയൻ ആയാലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആയാലും ശരി, നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിന് റവന്യൂ, അതേമാതിരി അപ്പലന്റ് ജൂറിസ്ഡിക്ഷൻ വഴി സിവിൽ ആൻഡ് ക്രിമിനൽ മാറ്റേഴ്സ്, ഹൈക്കോടതിയിലെ അപ്പീല്, സെക്കൻഡ് അപ്പീല്, ക്രിമിനൽ മാറ്റേഴ്സിൽ അപ്പീല് ഡിസിഷൻ വരുന്നതിന് സെഷൻ ജഡ്ജസിന്റെ ഇംപ്രിസൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ കൂടിയും, അപ്പോൾ നോർമൽ ഒറിജിനൽ അപ്പലന്റും ഹൈക്കോടതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രൂവലാണ് നോക്കുന്നത്. ഇവിടെ ഓരോ റിറ്റിനും പവർ ഓഫ് റിറ്റ് എൻഫോഴ്സ്മെന്റ് ചെയ്യാൻ, ഫണ്ടമെന്റൽ റൈറ്റ് എൻഫോഴ്സ്മെന്റ് ചെയ്യാനുള്ള ഓർഡറിനാണ് റിറ്റ് എന്ന് പറയാം. ആ റിറ്റിന് ജൂറിസ്ഡിക്ഷനിൽ പറയുമ്പോൾ ഹൈക്കോർട്ട്, സുപ്രീം കോടതിയുടെയോ അല്ലെങ്കിൽ റിറ്റ്സില് അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻവോൾവ്മെന്റ് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതേമാതിരി തന്നെ പവർ ഓഫ് സൂപ്പറിൻറ്റൻസ് ആംഡ് ഫോഴ്സസിൽ വലുതും വരുന്നുണ്ടോ നോക്കുക. അതേമാതിരി ഫ്രെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കുക. ഇതൊക്കെ സ്പീഡിയർ ആയിട്ട് ചെയ്യാൻ, ഇഫക്റ്റീവായിട്ടും നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാനുള്ള പവറും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പവറിന്റെ ഈ എന്തിന്റെ താഴെ വരുന്നത് സബോർഡിനേറ്റ് കോർട്ടുകളാണ്. സബോർഡിനേറ്റ് കോർട്ടുകൾ എന്ന് വെച്ചാൽ താഴെ വരുന്ന കോർട്ടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പിരമിഡ് ഷേപ്പിലാന്ന്. അപ്പൊ ഓരോ സ്റ്റേറ്റിനെയും അതിന്റെ ഡിസ്ട്രിക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിസ്ട്രിക്ട്സിന്റെ പേര് നിലവിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി, മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ക്ലാസ് 2, സ്പെഷ്യൽ 1, അങ്ങനെ അതിനെ വിഭജിച്ച് കൊണ്ടുവന്ന് ബോട്ടത്തിൽ ഏറ്റവും താഴെ വരുന്നത് പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ പഞ്ചായത്ത് കോർട്ട്. അപ്പോൾ നമ്മൾ ഈ വിധത്തിൽ ഡീപ്പറായിട്ട് ഓരോ കോടതിയും അതിൻ്റെതായ വ്യത്യാസത്തോടുകൂടി കണ്ടുവേണം വർക്ക് ചെയ്യാൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം. ഇനി ഓരോ ഡിസ്ട്രിക്റ്റിനും അവരുടെ ഒറിജിനൽ മാറ്റേഴ്സ് വെച്ചാൽ ഇന്ത്യൻ ആക്ട്, സക്സഷൻ ആക്ട്, ഗവൺമെന്റ് ആക്ട്, അതേമാതിരി വാർഡ്സ് ആക്ട്, ലാൻഡ് അക്വിസിഷൻ ആക്ട് ഒക്കെ ഡിസ്ട്രിക്ട് കോടതിയാണ് നോക്കുന്നത്. ഇനി ഇതില് ജുഡീഷ്യൽ ഓരോ കോടതിയിലുള്ള മാതിരി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ജുഡീഷ്യൽ റിവ്യൂവിന്റെ കാര്യം. അപ്പൊ റിവ്യൂ വരുമ്പോഴത്തേക്കും ഏത് കോടതിയിൽ നോട്ട് തെറ്റിപ്പോയോ, ഡിഗ്രി തെറ്റിപ്പോയോ അതിനൊക്കെ റിവ്യൂ ചെയ്യാൻ, ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ലെജിസ്ലേറ്റീവ് വാല്യൂസ്, പ്രൊവിഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെ ഒന്ന് പുനഃപരിശോധന ചെയ്യുന്നതിനാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഈ ജുഡീഷ്യൽ റിവ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സ് എത്രത്തോളം നടത്തിക്കൊണ്ടുപോയി, ആർട്ടിക്കിൾ 368 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് പാർലമെന്റിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ശരിയായിട്ടാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെ വന്നാൽ മാത്രമേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്സിലും ഡിക്ലെയർ ചെയ്ത് ശരിയാണോ നോക്കുക. ഇതൊക്കെ ഒരുമിച്ച് വൃത്തിയായിട്ട് നോക്കുന്നത് ഒരു കേസിനെ പറ്റിയാണ് നമ്മൾ പരാമർശിച്ചു പോയത്. അപ്പോൾ ഈ വിധത്തിൽ 1970 സുപ്രീം കോടതിക്ക് ഒരു ഇന്ദിരാഗാന്ധിയുടെ പോപ്പുലാരിറ്റി അബോർഷൻ പ്രിവി പേഴ്സ്, അതായത് നമ്മുടെ രാജാക്കന്മാർക്ക് കിട്ടിയിരുന്ന കൺസെഷൻ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരുന്ന വരുമാനം, അതിനെയാണ് പ്രിവി കൗൺസിൽ എന്ന് പറയാം, പ്രിവി പേഴ്സ് എന്ന് പറയാം. അത് നിർത്തലാക്കാൻ 1900 ജനറൽ ഇലക്ഷൻ നടന്ന് പാർലമെന്റ് അമെൻമെന്റ് വഴി കൊണ്ടുവരികയും അമെൻമെന്റ് ആക്ട് റെക്കഗ്നൈസ് ചെയ്യും. അതേശേഷം ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്ന പ്രിവി പേഴ്സ് അബോളിഷ് ചെയ്യുകയും ചെയ്തു. പിന്നെ നമ്മൾ വേറൊരു കേസ് പഠിച്ചത് കേശവദന്ത ഭാരതി കേസിനാണ്. പബ്ലിക്കിന് ഒരു ലെറ്റർ എഴുതിയിട്ടാൽ കൂടെ ഗവൺമെന്റ് അതിനെ ഒരു റൈറ്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കുമെന്നാണ് പറയുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ ജുഡീഷ്യൽ റിഫോംസ് ചെയ്യുന്നതിന് ഉദ്ദേശം മുഴുവനും ലെറ്റർ മുഖാന്തരം നേരിട്ട് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ കൂടെ ഗവൺമെന്റ് വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ച്, പബ്ലിക് ലിറ്റിഗേഷൻ എന്നാണ് അത് പറയുന്നത്, അതിനെ അങ്ങനത്തെ കേസിനെ നമ്മൾ പരാമർശിക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ ജുഡീഷ്യൽ റിഫോംസിന്റെ
അനദർ നമ്മുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ ഭയങ്കര സമയം എടുക്കുന്നുണ്ട്. എന്നാലും മാക്സിമം നമ്മൾ ചെയ്യുന്നു. നന്ദി, നമസ്കാരം.